कृपया ध्यान दीजिए। भांग के पेड़ से उसके बाद जो उसको ऐसे रगड़ के निकाला जाता है सुबह पराठा के लिए। നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഡൽഹിയിൽ നിന്നും ഏതാണ്ട് 650 കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന, എപ്പോഴും മഞ്ഞുമലകൾ കാവൽ നിൽക്കുന്ന, മലയാളികൾ അധികമൊന്നും എത്താത്ത മുൻഷിയാരി എന്ന ചെറിയ ഹിമാലയൻ നഗരത്തിലേക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാത്രി 10:30 ഡൽഹിയിൽ നിന്നും തിരിക്കുന്ന റാണിഖേത് എക്സ്പ്രസ് സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട്. ഈ ട്രെയിനിൽ ഞാൻ കാത്ഗോഡാം എന്ന സ്ഥലത്ത് ഇറങ്ങി ഷെയർ ടാക്സിയിലും ബസ്സിലുമൊക്കെ കയറി വേണം ലക്ഷ്യസ്ഥാനമായ മുൻഷിയാരിയിലെത്താൻ. അടുത്ത ദിവസം രാവിലെ 5:30 ആയപ്പോഴേക്കും ഞാൻ കാഠ്ഗോദാം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഇതിന് തൊട്ടു മുമ്പുള്ള സ്റ്റേഷനായ ഹൽദ്വാനിയിൽ ഇറങ്ങിയാലേ എനിക്ക് മുൻഷിയാരിയിലേക്കുള്ള ഷെയർ ടാക്സി കിട്ടുകയുള്ളൂ എന്ന്. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ജഗദീഷ് ചന്ദ്ര പാണ്ഡെ എന്ന ഈ ഡ്രൈവറിനെ പരിചയപ്പെടുന്നതും അദ്ദേഹം എന്നെ കേച്ചിധാം എന്ന ആശ്രമത്തിനടുത്ത് കൊണ്ടുവിടാമെന്നും അവിടെ നിന്നും ഹിമാലയത്തിലെ ധൽ എന്ന സ്ഥലത്തേക്ക് എനിക്ക് ബസ് കിട്ടുമെന്നും അടുത്ത ദിവസം രാവിലെ അവിടെ നിന്ന് എനിക്ക് മുൻഷിയാരിയിലെത്താമെന്നും പറഞ്ഞു തന്നത്. ഇത് എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പാണ്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ ട്രിപ്പില് എൻ്റെ മൊത്തം എക്സ്പെൻസസ് എത്ര ആയെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. कालावाला नाम क्या है? उसको बोलते चरस। चरस, अच्छा चरस। चरस बनता है गांजा से ही बनता है ना? नहीं, भांग के पेड़ से भांग का पेड़ से। उसके बाद जो उसको ऐसे रगड़ के निकाला जाता है, पियर माल हाथ में चिपक जाता है, गांजा नीचे गिर जाता है, उसको फेंक देते हैं. വാതോരാതെ സംസാരിക്കുന്ന ജഗദീഷ് ചന്ദ്ര പാണ്ഡെ ഒരു കാലത്ത് ഇവിടെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന കഞ്ചാവിനെ പറ്റിയും ചരസിനെ പറ്റിയും ഒക്കെ പറയുകയായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇതൊന്നും അത്ര ഈസിയായി കിട്ടാറുമില്ല എന്ന് പാണ്ഡെ പറഞ്ഞു. യാത്രയിലെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. अच्छा, सुबह पराठा के लिए। യാത്ര തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഞാൻ കേച്ചിധാം എന്ന് പറയുന്ന ഈ പ്രശസ്തമായ ആശ്രമത്തിനടുത്തെത്തി. ഇവിടെ നിന്നും എനിക്ക് ധല്ലിലേക്ക് അടുത്ത ബസ് പിടിക്കണം. ഹൽദ്വാനിയിൽ നിന്ന് വരുന്ന ഈ ബസ് കേച്ചിധാമിൽ നിന്നും ഏതാണ്ട് 7 മണിക്കൂർ എടുക്കും ധൽ എന്ന സ്ഥലത്തെത്തുവാൻ. ഡൽഹിയിൽ നിന്നും ഒറ്റ ബസ് മാത്രമേ ഉള്ളൂ മുൻഷിയാരിയിലേക്ക് നേരിട്ടെത്തുന്നത്. ഇതിന് 25 മണിക്കൂറോളം സമയമെടുക്കും. ഡൽഹിയിൽ നിന്നും രാത്രി തിരിക്കുന്ന ട്രെയിനിൽ കയറി ഹൽദ്വാനിയിൽ ഇറങ്ങി അവിടെ നിന്നും ഷെയർ ടാക്സി പിടിച്ചിട്ട് മുൻഷിയാരിൽ എത്തുന്നതാണ് ഏറ്റവും നല്ല യാത്രാമാർഗം. യാത്ര തുടങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ ടയർ പഞ്ചറായി. സ്റ്റെപ്പനി ടയർ നോക്കിയപ്പോൾ അതും പഞ്ചറാണ്. വണ്ടിയുടെ ബാക്കിൽ നിന്നും ഒരു ടയർ ഊരി ഫ്രണ്ട് വീലിൽ ഇട്ടിട്ട് അടുത്തുള്ള പഞ്ചർ സ്റ്റോപ്പിൽ പോയി പഞ്ചർ ശരിയാക്കിയിട്ട് വേണം യാത്ര ഇനിയും തുടരുവാൻ. ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്തു ഈ പണിയെല്ലാം തീരുവാൻ. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായ ധല്ലിൽ നിന്നും മുൻഷിയാരിയിലേക്കുള്ള രാത്രി യാത്ര ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ട് ധൽ എന്ന സ്ഥലത്ത് രാത്രി താമസിക്കുവാൻ എൻ്റെ കൂടെയുള്ള യാത്രക്കാർ എന്നോട് ആവശ്യപ്പെട്ടു. വണ്ടിയുടെ പഞ്ചർ ശരിയാക്കുന്ന സമയത്ത് ഞാൻ അടുത്തുള്ള ചായക്കടയിൽ കയറി ഒരു ബൺ മക്കനും ചായയും ഓർഡർ ചെയ്തു. കഴിക്കാൻ നല്ല രുചി. രാവിലെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊരു കോമൺ ഡിഷാണ് രാവിലെ കഴിക്കാൻ കിട്ടുന്നത്. ബണ്ണിനകത്ത് ബട്ടർ വെച്ചിട്ട് ചായ മുക്കി കഴിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കഴിക്കാം. ചായക്കടയുടെ പുറകിൽ ക്ഷിപ്ര എന്ന ഹിമാലയൻ നദി അങ്ങനെ വരണ്ടുണങ്ങി കിടക്കുന്നു. വല്ലാത്ത നൊമ്പരമുണർത്തുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ ഏതാണ്ട് 2-2.5 മണിക്കൂർ താമസത്തിന് ശേഷം ബസ് വീണ്ടും യാത്ര തുടങ്ങി. യാത്രയിൽ
അൽമോറ എന്ന പട്ടണം ഞങ്ങൾ ക്രോസ് ചെയ്തു. ധാരാളം ടൂറിസ്റ്റുകൾ വരാറുള്ള ഒരു സ്ഥലമാണ് അൽമോറ. ഇവിടെ ഒരു മിലിറ്ററി ബേസുമുണ്ട്. യാത്രയിലുടനീളം റോഡിന്റെ സൈഡിൽ കാണാൻ കഴിഞ്ഞത് പൈൻ മരങ്ങളാണ്. പൈൻ മരങ്ങൾ ഇപ്പോൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഭൂമിക്കൊക്കെ ഒരു തവിട്ട് നിറം. പൊതുവെ വെള്ളത്തിന് ദൗർലഭ്യമുള്ള സ്ഥലത്താണ് പൈൻ മരങ്ങൾ ധാരാളമായി വളരുന്നത്. ഹിമാലയത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളത്തിന് പൊതുവെ നല്ല ദാരിദ്ര്യമാണ്. അതുകൊണ്ടായിരിക്കും പൈൻ മരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഉച്ചയായപ്പോഴേക്കും ദാൽച്ചിനി എന്ന സ്ഥലത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. യാത്രയിലുടനീളം ഹിമാലയത്തിലെ നദികളെയും താഴ്വാരങ്ങളെയും ബസ് പിന്നിട്ടുകൊണ്ടിരുന്നു. നീണ്ട ഈ യാത്രയിൽ ഹിമാലയത്തിലെ ഈ മനോഹര കാഴ്ചകൾ കൂടെയുള്ളത് കൊണ്ട് യാത്ര ഒട്ടും വിരസമാകുന്നില്ല. വലിയ കുഴപ്പമില്ലാത്ത റോഡുകളാണ് ഈ റൂട്ടിലുള്ളത്. 2 വണ്ടികൾക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള സ്ഥലം മാത്രമേ ഈ റോഡുകൾക്കുള്ളൂ. വളരെ വൃത്തിയായി സ്റ്റെപ്പ് ഫാമിംഗ് ചെയ്തിരിക്കുന്ന കൃഷിഭൂമികൾ നമ്മൾക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാം. എങ്ങും പർവ്വതങ്ങളായതുകൊണ്ട് സ്റ്റെപ്പ് ഫാമിംഗ് അല്ലാതെ വേറൊരു കൃഷി രീതി ഇവിടെ സാധ്യമല്ലല്ലോ. അങ്ങനെ ഏതാണ്ട് 9 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ധല്ലിലേക്ക് എത്തുകയാണ്. ഇത് രാംഗംഗ നദിയാണ്. നദിയുടെ ഒരു ഭാഗത്ത് 2 ചിതകൾ ഒരുങ്ങുന്നുണ്ട്. 2 മൃതദേഹങ്ങളും അവിടെയുണ്ട്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ധല്ലെന്ന ഈ ചെറിയ ഹിമാലയൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത്. വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ചെറിയ പട്ടണമാണ് ധൽ. അതുകൊണ്ട് വലിയ ഹോട്ടലുകളൊന്നും ഈ ഭാഗത്തില്ല. ബസ്സിലെ ഡ്രൈവർ പറഞ്ഞതനുസരിച്ചിട്ട് ആ കാണുന്ന പച്ച ബിൽഡിംഗ് ഒരു ഹോട്ടലാണെന്ന് മനസ്സിലായി. അവിടെ പോയി ഇന്ന് രാത്രി തങ്ങുവാൻ ഒരു റൂം എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പറയത്തക്ക വൃത്തിയൊന്നുമില്ലാത്ത ഒരു ചെറിയ മുറി. ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ട് കുറേ കാലങ്ങളായെന്ന് തോന്നുന്നു. എന്നാലും രാത്രി ഉറങ്ങാൻ തൽക്കാലം ഇത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. 500 രൂപയാണ് ഒരു രാത്രിയിലേക്കുള്ള വാടക. റൂമിൻ്റെ പുറത്തിറങ്ങിയാൽ രാംഗംഗ നദി അങ്ങനെ ശാന്തമായി ഒഴുകുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് എനിക്ക് വൈകുന്നേരം സമയം കളയാമല്ലോ. ഗുഡ് മോർണിംഗ്. ധല്ലിലെ ഒരു പ്രഭാതം. രാവിലെ 7:30 മുൻഷേരിലേക്കുള്ള ഷെയർ ടാക്സി വരുമെന്നാണ് ഹോട്ടലുകാരൻ പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ആലു പൊറോട്ടയും അതിൻ്റെ കൂടെ കടലയുടെ ചട്നിയും പിന്നെ കടലക്കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. എൻ്റെ ടാക്സി വരുവാൻ കുറച്ചുകൂടെ സമയമുണ്ട്. അതുകൊണ്ട് ഈ കടയുടെ മുന്നിൽ കണ്ട ഗ്രാമീണരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് പോകാനുള്ള ഷെയർഡ് ജീപ്പ് എത്തി. ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റ് എനിക്ക് വേണമെന്ന് ഇന്നലെ തന്നെ ഞാൻ ഒരാളെ കൊണ്ട് വിളിച്ച് പറയിച്ചിരുന്നു. ധല്ലിൽ നിന്നും ഇങ്ങനെയുള്ള ഷെയർ ടാക്സികളിലോ അല്ലെങ്കിൽ ചെറിയ പിക്കപ്പ് വാനുകളിലെയാണ് സാധനങ്ങളൊക്കെ മുൻഷിയാരിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുത്തുവിടുന്നത്. രാവിലെ 7:30 സ്റ്റാൻഡിൽ പിടിക്കുന്ന ഈ ഷെയർഡ് ജീപ്പ് 8 മണിയാകുമ്പോഴേക്കും ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുൻഷിയാരിലേക്കുള്ള യാത്ര തുടങ്ങുമെന്നാണ് ഇവർ പറഞ്ഞത്.
പഞ്ച്പാൽ എന്നാണ് എൻ്റെ ഈ ജീപ്പ് ഡ്രൈവറിൻ്റെ പേര്. കഴിഞ്ഞ 15 വർഷമായി ഈ പണി തന്നെയാണ് പഞ്ച്പാൽ ചെയ്യുന്നത്. എന്നെ കൂടാതെ 5-6 പേർ ഈ ജീപ്പിലുണ്ട്. 300 രൂപയാണ് ധല്ലിൽ നിന്നും മുൻഷിയാരിയിലേക്കുള്ള ഷെയർഡ് ടാക്സിയുടെ ചാർജ്. 3 തൊട്ട് 3.5 മണിക്കൂർ സമയമെടുക്കും ധല്ലിൽ നിന്നും മുൻഷിയാരിയിലേക്ക് എത്താൻ. 75 കിലോമീറ്റർ ദൂരമേ ഉള്ളൂവെങ്കിലും വളരെ ദുർഘടം പിടിച്ച വഴിയാണ് ഇനിയും അങ്ങോട്ടുള്ളത്. ധല്ലിൽ നിന്നും നേരിട്ട് മുൻഷിയാരിയിലേക്ക് ബസ്സുകളൊന്നുമില്ല താനും. പറഞ്ഞതുപോലെ ആൾക്കാരെയും സാധനങ്ങളും ഒക്കെ കയറ്റി കൃത്യം 8 മണിക്ക് തന്നെ ഈ ജീപ്പ് ധല്ലിൽ നിന്നും മുൻഷിയാരിയിലേക്കുള്ള യാത്ര തുടങ്ങി. മുൻഷിയാരിയിലേക്കുള്ള വഴിയിൽ റോഡിന്റെ ഇരുവശവും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആകെ 1-2 കടകളോ പിന്നെ ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ബാങ്കോ ഒക്കെയാണ് ഈ ഗ്രാമങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. പല ഭാഗങ്ങളിലും രാംഗംഗ നദിയുടെ കുറുകെ തൂക്കുപാലങ്ങളും ആ തൂക്കുപാലത്തിന്റെ അപ്പുറത്ത് ചെറിയ ഗ്രാമങ്ങളുമൊക്കെ കാണുന്നുണ്ട്. യാത്രയിൽ ഇടയ്ക്കൊക്കെ ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മുൻഷിയാരി വരെയുള്ള യാത്രക്കാർ കുറവാണെന്ന് തോന്നുന്നു. പഞ്ച്പാലിന്റെ ഈ ജീപ്പിന് 15 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ഒരു മാസം 20 തൊട്ട് 30,000 രൂപ വരെ സേവ് ചെയ്യുമെന്ന് പഞ്ച്പാൽ പറഞ്ഞു. മുന്നോട്ട് പോകുന്തോറും റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകുന്ന രീതിയിലുള്ള വീതിയേ ഉള്ളൂ റോഡിന്. നാച്ചിനി എന്ന നഗരം ക്രോസ് ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ. നമ്മുടെ നാട്ടിൽ നിന്നും എന്നേ അപ്രത്യക്ഷമായ ലോഹപ്പണിക്കാരെ ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ഈ കാണുന്നത് ഒരു കല്യാണ വീടാണ്. വധുവിന്റെയും വരന്റെയും ഫോട്ടോയൊക്കെ മുന്നിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാച്ചിനി വിട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ അമ്മ കയ്യിൽ 2-3 സഞ്ചികളുമായി ഞങ്ങളുടെ ജീപ്പിൽ കയറിയത്. ഇവർക്കും മുൻഷിയാരിയിൽ ഹോം സ്റ്റേ ഉണ്ടത്രേ. ഇനി വരുമ്പോ ഇവരുടെ ഹോം സ്റ്റേയിൽ താമസിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപകടം പതിയിരിക്കുന്ന വിജനമായ റോഡുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. ഒരു സൈഡിൽ ചെങ്കുത്തായ മലയും മറുവശത്ത് വളരെ താഴ്ചയുള്ള താഴ്വാരവുമാണ്. ഗ്രാമങ്ങൾ അപൂർവമാണെന്ന് തോന്നുന്നു ഈ വഴിയിലൊക്കെ. ഒരു ഗ്രാമം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രാമം എത്തുന്നതുവരെ ആൾക്കാരെ കണ്ടുകിട്ടുന്നത് വളരെ പ്രയാസമാണ്. തിരക്കുള്ള നഗരങ്ങളിൽ ജീവിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ഹിമാലയത്തിൻ്റെ ഈ ഏകാന്തതയും സൗന്ദര്യമൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടും. വീണ്ടും ഹിമാലയത്തിലെ ഒരു ചെറിയ ഗ്രാമം നമ്മൾ പിന്നിടുകയാണ്. മുൻഷിയാരിയോട് അടുക്കും തോറും ആകാശത്ത് മഴമേഘങ്ങൾ അങ്ങനെ വന്നു തുടങ്ങി. മഴയാണെങ്കിൽ ഈ വഴിയുള്ള യാത്ര തികച്ചും ദുഷ്കരമായിരിക്കും. മഴയ്ക്ക് മുമ്പേ എത്താമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഫോട്ടോ
अच्छा लग रहा है. വഴിയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ സുലഭമാണ്. നമ്മളങ്ങനെ ബിർത്തി എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് അടുക്കുകയാണ്. ഇവിടെയാണ് വഴിയിൽ ബിർത്തി വാട്ടർഫാൾ ഉള്ളത്. ബിർത്തിയിലെത്തുന്നതിന് മുമ്പ് തന്നെ വാട്ടർഫാളിന്റെ ഒരു കാഴ്ച ദൂരെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 400 അടി ഉയരത്തിൽ നിന്നുമാണ് ബിർത്തി വാട്ടർഫാളിലെ വെള്ളം താഴോട്ട് പതിക്കുന്നത്. താഴെ വാൻവാ നദിയിലേക്കാണ് ഈ വെള്ളം വീഴുന്നത്. ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ വാട്ടർഫാളാണ് ബിർത്തി ഫാൾ. ബിർത്തി ഫാളിന്റെ ദൃശ്യം ദൂരെ നിന്ന് ക്യാമറയിൽ പകർത്തിയിട്ട് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഇവിടെ നിന്നും ഏതാണ്ട് 30 കിലോമീറ്ററുടെ ദൂരമുണ്ട് മുൻഷിയാരിയിലെത്താൻ. യാത്ര ഒന്നുകൂടെ കഠിനമാകുകയാണ്. റോഡിന് ഒട്ടും വീതിയില്ലാത്ത ഒരവസ്ഥ. പോകുന്ന വഴിയിലൊക്കെ പലയിടത്തും സ്മാരകശിലകൾ കണ്ടു. ഇവിടങ്ങളിലൊക്കെ അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്മാരകശിലകൾ. ഒരു മണ്ണിടിച്ചിൽ മേഖലയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. മഴക്കാലത്ത് ഈ വഴിയുള്ള മുൻഷിയാരി യാത്ര തികച്ചും ദുഷ്കരമാണ്, അതുപോലെ അപകടം പിടിച്ചതും. ആകാശത്തിന്റെ അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായ വഴികൾ. നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഈ വഴിയൊന്ന് സഞ്ചരിക്കണം. ഒരിക്കൽ പോലും ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യമാണ് ഈ വഴികൾക്ക്. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത കുറെ നല്ല കാഴ്ചകൾ തന്ന ഈ യാത്ര അവസാനിക്കാൻ പോവുകയാണെന്ന് ഡ്രൈവറിനോട് പറഞ്ഞു. എൻ്റെ ഹോം സ്റ്റേ എത്താറായത്രേ. അങ്ങനെ മുൻഷിയാരി ടൗണിന് ഏതാണ്ട് 1 കിലോമീറ്റർ പിന്നിലായി എൻ്റെ ഹോം സ്റ്റേയിൽ എന്നെ ഇറക്കി വിട്ടിട്ട് ജീപ്പ് പോയി. होम स्टे लेके इങ്ങനെ നടന്നു പോവാണ്. नैना होम स्टे. नमस्ते जी. हम आने के जगह पे पूरा देखो गायब हो गया, बादल आ गया. बारिश होगा? कोई बात नहीं, ज्यादा भारी नहीं है. ഉഷ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഈ ഹോം സ്റ്റേ നടത്തുന്ന ഫാമിലിയിലെ ഒരു അംഗമാണ് ഉഷ. വളരെ ആയാസരഹിതമായിട്ടാണ് ഉഷ ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കുന്നത്. ഞാനാണെങ്കിൽ ശരിക്ക് അണയ്ക്കുന്നുമുണ്ട്. ഹോം സ്റ്റേയിലേക്കുള്ള പടികൾക്ക് മുന്നിൽ ഒരു റോസാച്ചെടി അങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു, നല്ല ചുവന്ന പൂക്കളുമായിട്ട്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് എൻ്റെ റൂം. അങ്ങോട്ടത്തേക്ക് ഞാൻ നടന്നു. ശരിക്കും കിതയ്ക്കുന്നുണ്ട്. വീട്ടുടമസ്ഥയോട് കുശലം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് കടന്നു. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു ചെറിയ റൂം. 800 രൂപയാണ് ഒരു ദിവസത്തെ വാടക. ഇതാണ് എൻ്റെ ഹോം സ്റ്റേയുടെ ഒരു ദൂരക്കാഴ്ച. 3 നിലകളുള്ള വീട്ടിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഹോം സ്റ്റേയുടെ ബാൽക്കണി തുറക്കുന്നത് പഞ്ച്-ചൂളി പർവ്വതനിരകളിലേക്കാണ്. ചെറിയ മഴക്കോളുള്ളതുകൊണ്ട് ഇന്ന് പർവ്വതനിരങ്ങളെ ഒന്നും കാണാൻ കഴിയുന്നില്ല. സ്വർഗതുല്യമായ മുൻഷിയാരിയിലെ കൂടുതൽ കാഴ്ചകളുമായി ഞാൻ മടങ്ങി വരുന്നുണ്ട്.
എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്. ഇനി എൻ്റെ ചെലവിലേക്ക് വരികയാണെങ്കിൽ 2695 രൂപയാണ് എനിക്ക് ഡൽഹിയിൽ നിന്നും മുൻഷ്യാരി വരെ എത്താൻ ചെലവായത്.